Praise God. Amen. അല്പസമയം തിരുവചന ധ്യാനത്തിനായിട്ട് ശുദ്ധമുള്ള എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ 1-2 വായിച്ചാൽ 3 ചേർത്ത് വായിക്കാമെങ്കിൽ chapter 12 according to the book of Hebrews chapter 12 the first 3 verses. ഇവിടെ തിരുവെഴുത്തിൽ അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ നമുക്ക് തരുന്ന ഒരു ആഹ്വാനമാണ്. ഇവിടെ ഇറ്റ്സ് എ വെൽക്കമിങ്, ഇറ്റ്സ് എ ഹ്യൂജ് വെൽക്കമിങ്, വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ വെൽക്കമിങ്. വലിയൊരു ആഹ്വാനമാണ് ഈ 12-ാമത്തെ അധ്യായം. അവിടെ പറയുന്നത് സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പണി അവസാനിപ്പിക്കണമെന്നല്ല, പ്രൈസ് ഗോഡ്, നമ്മൾ കുറച്ചും കൂടി ഒരു പടി മുന്നോട്ടാണ്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം, ഇനി ഞാൻ കൃത്യമായ സീക്വൻസ് പറഞ്ഞാൽ, നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിലേക്ക് നോക്കി സ്ഥിരതയോടെ ഓടുക. ഹല്ലേലൂയ. ഇനി കർത്താവ് എങ്ങനെയാ ചെയ്തത്? തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതു ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുത്തു പോകാതിരിക്കാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ച കർത്താവിനെ ധ്യാനിപ്പീൻ. വേദപുസ്തകത്തിലെ വലിയൊരു ആഹ്വാനമാണ്. ആ ആഹ്വാനം പറയുമ്പോൾ തന്നെ ഒരു ധ്യാനം കൂടെ അതിനകത്തുണ്ട്. പ്രൈസ് ഗോഡ്. 12-ാം അധ്യായത്തിന്റെ തുടർക്കഥയാണ്, തുടർമാനമാണ് 12-ാം അധ്യായം. അതുകൊണ്ടാണ് therefore എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്കറിയാം, therefore എന്ന് പറയുമ്പോൾ അതിന് മുന്നേ എന്തോ കാര്യമുണ്ട്, കാര്യമായിട്ടുള്ള വിഷയമുണ്ട്. എന്നിട്ട് പറയുകയാണ് therefore since we are surrounded by so great a cloud of witnesses around us, let us also run the race that is set before us, looking unto Jesus, who is the author and the perfecter of faith. Praise God. Laying aside every weight and every sin that easily ensnares us, and let us run the race that is set before us with consistency and perseverance. ആ 2-3 വാക്യത്തിനകത്ത് ഒത്തിരി സംഭവങ്ങളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ശ്വാസം വിടാതെ ഒറ്റ വാക്യത്തിൽ പറഞ്ഞു പോകുന്നു. ഇനി ഞാൻ അതിനൊരു ആദ്യം 2-3 കാര്യം പറയട്ടെ. അവിടെ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, വി ആർ ഓൺ എ റേസ്, നമ്മളൊരു ഓട്ടത്തിലാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടത്തെ വേദോസനത്ത് ഭാഷയത്തിൽ, പഴയ നിയമ ഭാഷയത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊരു മരുഭൂപ്രയാണമാണ്. വീണ്ടും ആത്മീക യുദ്ധമായിട്ട് അതിനെ കുറിച്ച് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊരു പോർക്കളത്തിലാണ്. ഇതൊരു മരുഭൂമിയാണ്, ഇതൊരു പോർക്കളമാണ്, ഇതൊരു യുദ്ധക്കളമാണ്, ഇതൊരു ഓട്ടമാണ്. And there is no retirement or resignation in this journey. ഈ യാത്രയിൽ എന്തില്ല? റെസിഗ്നേഷൻ ഇല്ല. അത് വേണമെങ്കിൽ നമുക്ക് വേണ്ടി തീരുമാനിക്കാം, പക്ഷെ റിട്ടയർമെന്റ് ഇല്ല. എവിടെ തീരുന്നോ അവിടെ അവസാനിക്കുക. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇത് ഇറ്റ് ഈസ് എ മാരത്തോൺ റേസ് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ ഓസ്ട്രേലിയൻ ആക്സെന്റിൽ എങ്ങനെയാ പറയുന്നത് എനിക്കറിയില്ല. മാരത്തോൺ എന്ന് ചിലർ പറയും, ഇവിടെ മരാത്തോൺ എന്ന് എനിക്കറിയില്ല. ഈ മാരത്തോൺ റേസിന്റെ പ്രത്യേകത എന്നുള്ളത്, it's not an equal distance or duration set by God for everyone. എല്ലാവർക്കും ഒരേ കാലഗതിയല്ല വെച്ചിരിക്കുന്നത്. ചിലർ കുറച്ച് കൂടുതൽ കാലം ഓടുന്നവരുണ്ട്, ചിലർ കുറച്ച് കാലം ഓടുന്നവരുണ്ട്. കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ ആയുസ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ചിലർക്ക് ലൈഫ് സ്പാൻ കുറച്ചാണ്, ചിലർക്ക് കുറച്ച് കൂടുതലാണ്, ചിലർക്ക് കുറച്ചും കൂടെ കൂടുതൽ കിട്ടിയേക്കാം. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ലൈഫ് സ്പാൻ, എത്ര വർഷം എന്നതിനേക്കാൾ, സീനിയോറിറ്റി അല്ലെങ്കിൽ ജൂനിയോറിറ്റി എന്നതിനേക്കാൾ എങ്ങനെ ഓടുന്നു, എവിടെ അവസാനിപ്പിക്കുന്നു എന്നുള്ള പ്രാധാന്യം. അടുത്തത്, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഹൂ റൺസ് ഫാസ്റ്റർ ദാൻ ദി അതർ, ആരെക്കാൾ വേഗത്തിൽ ഓടുന്നു എന്നതല്ല പ്രാധാന്യം, നമ്മൾ എങ്ങനെ ഓടുന്നു എന്നുള്ളതാണ്. കാരണം ഈ ആത്മീക യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ ഓട്ടത്തില് നമുക്ക് കമ്പയർ ചെയ്ത് ഓടാൻ പറ്റില്ല. പ്രൈസ് ഗോഡ്. കാരണം കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തത് വേറൊരാളെക്കാൾ നല്ലവനായിട്ടില്ല. God didn't choose you as better than the other. He chose you as different from one another.
ദൈവം ഒരാളെ മറ്റൊരാൾക്കാൾ നല്ലവനായിട്ടല്ല ദൈവം തിരഞ്ഞെടുത്തത്, വ്യത്യസ്തരായിട്ടാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു തലമാണ് നമ്മിൽ വെച്ചിരിക്കുന്ന ഓട്ടം, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന, അവിടെ പേഴ്സണലൈസ് എന്ന് പറഞ്ഞാൽ എനിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഞാൻ സ്ഥിരതയോടെ ഓടണം. എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഞാൻ സ്ഥിരതയോടെ ഓടുക. ഐ ക്യാൻ നോട്ട് അക്കംപ്ലിഷ് സംബഡീസ് റേസ്. വേറൊരുത്തിന് വേണ്ടി എനിക്ക് ഓടാൻ പറ്റില്ല. വേറൊരാൾക്കും പകരക്കാർ, ആത്മീയ ജീവിതത്തിൽ ആർക്കും there are no substitute. ഒരിക്കലും പകരക്കാരില്ല. അവനവൻ ഓടി തീർക്കേണ്ടതാണ്. ഹല്ലേലൂയ. അവനവന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടമാണ്, അവനവന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടമാണ്. ഇനി ഈ ഓട്ടത്തെ കുറിച്ച്, ഓട്ടത്തിൽ പാലിച്ചിരിക്കേണ്ട രണ്ട് ഒബ്ലിഗേഷൻസും. There are two obligations that we need to apply unconditionally. അതായത് നമ്മള് ഒരു വ്യവസ്ഥയും കൂടാതെ നമ്മൾ തന്നെ നിവർത്തിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, lay aside every weight. Lay aside every weight. സകല ഭാരവും താഴെ ഇറക്കി വെക്കണം. രണ്ട്, every sins that easily clings on us. മുറുകെ പറ്റുന്ന പാപങ്ങൾ. രണ്ട് കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായി പാലിച്ചെങ്കിൽ മാത്രമേ ഈ ഓട്ടത്തിൽ ജയിക്കാൻ പറ്റൂ. ഓട്ടം ജയിക്കുക എന്ന് പറഞ്ഞാൽ മഹത്വകരമായി നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, every weight we need to strip them off. സകല ഭാരവും നമ്മൾ ഇറക്കി വെക്കണം. ഇവിടെ ഭാരം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് കുടിയിരിപ്പുകാരെന്ന് മലയാളത്തിൽ പറയും, കുടിക്കിടപ്പുകാരെന്ന് പറയും. അതായത് ഈ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്ന, ഈ ഓട്ടത്തിൽ നമ്മെ ക്ഷീണിപ്പിക്കുന്ന രണ്ട് അപകടം പിടിച്ച കുടിയിരിപ്പുകാരുണ്ട്. ഒന്നാമത്തത് ഭാരം. ഭാരം എന്ന് പറഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷിലും അതിന് ശരിക്കുള്ള അർത്ഥം പറഞ്ഞു കഴിഞ്ഞാല് ആവശ്യമില്ലാത്ത ചിന്തകൾ വെറുതെ മനസ്സിൽ കൊണ്ടുവന്ന് കുടിയൊഴിക്കുന്നതാണ്. Hallelujah. The worries and concerns about our personal life, our future, our personal life, about our children, or about our ministry, our job, our business. എങ്ങനെ ഞാൻ ജീവിക്കും? ആവശ്യമില്ലാത്ത ചിന്തകൾ മുഴുവനും വലിച്ചു കയറ്റി വഴിയിൽ പോകുന്ന സകല വയ്യാവേലിയും അകത്ത് കയറ്റി കുടിയിരിപ്പുകാരാക്കുന്നതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭാരം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. വിചാരപ്പെട്ടത് കൊണ്ട് ആയുസിനോട് 1 മണിക്കൂർ കൂടുന്നില്ല, കുറയുള്ളൂ. ഹലോ, വിചാരപ്പെട്ടാൽ ഉള്ള ആയുസ് കൂടുവല്ല, കുറയുള്ളൂ. വിചാരപ്പെട്ടാൽ ഉള്ള സമാധാനം കൂടില്ല, കുറയുള്ളൂ, നഷ്ടപ്പെടുകയുള്ളൂ. വിചാരപ്പെടുന്നതിനാൽ ഉയരത്തോട് ഒരു മുഴം നീളം കൂട്ടാനും പറ്റില്ല. ഒരു ആയുസിനോട് 1 മണിക്കൂർ ദൈർഘ്യം കൂട്ടുവാൻ സാധിക്കില്ല. ഉള്ളത് നഷ്ടപ്പെടുക അല്ലാതെ ഒരിക്കലും നേട്ടം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നത് ഡു നോട്ട് ബി ആൻഷ്യസ്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, ടെൻഷൻ അടിക്കരുത്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഡു നോട്ട് ഗെറ്റ് ഒബ്സെസ്ഡ് ബൈ അൺവാണ്ടഡ് സ്റ്റഫ് ഇൻ യുവർ മൈൻഡ്. ആവശ്യമില്ലാത്ത ചിന്തകൾക്ക് ഇടം കൊടുത്ത് മനസ്സിൽ വലിച്ച് കയറ്റരുത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ഡു നോട്ട് ലെറ്റ് യുവർ ഹാർട്ട് ബി ട്രബിൾ. ഒന്നിന്, അതായത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, കലങ്ങിപ്പോകരുത്. പ്രൈസ് ഗോഡ്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. വേദപുസ്തകത്തിലെ ക്രിസ്തീയ ജീവിതത്തിന്റെ 3 വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ 3 അടിസ്ഥാന തത്വങ്ങൾ പൗലോസ് പറയുന്നുണ്ട്. ഒന്ന് തെസ്സലോനിക്ക ലേഖനം എടുക്കേണ്ട, അതിന്റെ 5-ാം അധ്യായത്തിന്റെ 16, 17, 18 വാക്യങ്ങളിൽ പറയുകയാണ്, പ്രൈസ് ഗോഡ്, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ. ഹലോ, പ്രൈസ് ഗോഡ്. Be always joyful, be always prayerful, and be always thankful.
പ്രൈസ് ഗോഡ്. തടവിൽ കിടന്ന, അതായത് വേദപുസ്തകം പഠിക്കുമ്പോൾ 4 കാരാഗ്രഹ ലേഖനങ്ങളുണ്ട് അല്ലെ? എഫേസ്യ ലേഖനം, ഫിലിപ്പി ലേഖനം, കൊലോസി ലേഖനം, ഇങ്ങനെ 4 കാരാഗ്രഹ ലേഖനങ്ങൾ, ഫിലോമോൻ എഴുതിയ ലേഖനങ്ങൾ. ഈ 4 കാരാഗ്രഹ ലേഖനങ്ങളിലും പൗലോസ്ലീഹ ഓർപ്പിച്ചു പറയുന്നുണ്ട്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുകയും എപ്പോഴും സന്തോഷം. Rejoice in the Lord always, and again I say you rejoice. എപ്പോഴും സന്തോഷിക്കുകയും. ഹല്ലേലൂയ. ഇനി ആവശ്യമില്ലാത്ത ഭാരം, സങ്കീർത്തന 4-ാം അധ്യായത്തിൽ പറയുന്നത് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ, അത് ഞാനത് എന്റേതായ ഒരു ഇന്നത്തെ ആനുകാലികമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അത് വർദ്ധിച്ചവർക്ക് അത് നിമിത്തമുണ്ടായതിനേക്കാൾ സന്തോഷം എന്റെ ഹൃദയത്തിൽ നീ തന്നു. പ്രൈസ് ഗോഡ്. അതായത് you have put on gladness and joy in my heart than those who had increase in their wine and in their grain. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചവർക്ക് അത് നിമിത്തമുണ്ടാകുന്ന സന്തോഷമുണ്ട്. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ? ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ, അത് വർദ്ധിക്കുമ്പോൾ, സമ്പത്ത് വർദ്ധിക്കുമ്പോൾ അത് നിമിത്തം ചിലർക്ക് സന്തോഷം ഉണ്ടാകും. ആ സന്തോഷം സമ്പത്ത് പോകുമ്പോൾ പോവുകയും ചെയ്യും. അപ്പൊ ധാന്യം വീഞ്ഞും വർദ്ധിച്ചപ്പോൾ വർദ്ധിച്ചവർക്ക് അത് നിമിത്തം ഉണ്ടായതിനേക്കാൾ സന്തോഷം. കാരണം അത് വർദ്ധിച്ചപ്പോൾ, അത് ആർക്ക് വർദ്ധിച്ചോ അവർക്ക് അത് നിമിത്തമുണ്ടായ സന്തോഷം അത് കുറയുമ്പോൾ നഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ മാത്രമല്ല, അത് താൽക്കാലികമാണ്. എന്നാൽ അതിനേക്കാൾ വലിയ സന്തോഷം എന്റെ ഹൃദയത്തിൽ നീ തന്നു. മറ്റത് മനസ്സിൽ വരുന്നതാണ്, ഇത് ഹൃദയത്തിൽ തരുന്ന സന്തോഷമാണ്. കാരണം എന്താണെന്നറിയാമോ? പ്രൈസ് ഗോഡ്. ധാന്യവും വീഞ്ഞും എന്നുള്ളത് സന്തോഷത്തെയും സമൃദ്ധിയെയും കാണിക്കുന്നതാണ്. പക്ഷെ അതിനേക്കാൾ വലിയ സന്തോഷം നീ എന്റെ ഉള്ളത്തിൽ തന്നു. പ്രൈസ് ഗോഡ്. ആർക്കും അപഹരിക്കാൻ പറ്റാത്ത സന്തോഷം. പ്രൈസ് ഗോഡ്. അതാർക്കും അപഹരിക്കാൻ പറ്റില്ല. പണം വന്നാലും പോയാലും അത് പോവില്ല. ജോലി ലഭിച്ചാലും ഇല്ലെങ്കിലും അത് പോകില്ല. ഹല്ലേലൂയ. ബുദ്ധിമുട്ട് വന്നാലും ഇല്ലെങ്കിലും അത് പോവില്ല. അതൊരിക്കലും അസ്തമിക്കാത്ത സന്തോഷം, തികഞ്ഞ സമാധാനം, പെർഫെക്റ്റ് പീസ്. പ്രൈസ് ഗോഡ്. എന്റെ ഉള്ളത്തിൽ തന്നു. കാരണം കർത്താവേ, അങ്ങല്ലോ എന്റെ നിർഭയം. കാരണം ഞാൻ സമാധാനത്തോടെ കിടന്നു. അതി തലത്തില്ലെങ്കിലും, മുന്തിരി ഫലം കായ്ച്ചില്ലെങ്കിലും, ഒരു വൃക്ഷത്തിന് അധ്വാനം നിഷ്ഫലമായി പോയാലും, നിലമാഹാരം വിളയിച്ചില്ലെങ്കിലും, ആട്ടിൻകൂട്ടത്തിൽ ആടുകൾ ഇല്ലാതെ പോയാലും, ഗോശാലകൾ ശൂന്യമായി പോയാലും, ഞാൻ യഹോവയെ തന്നെ ആനന്ദിക്കും. അവൻ എന്റെ ബലമാകുന്നു. അവൻ എന്റെ കാലുകളെ പേടമാന്റെ കാലുകൾക്ക് തുല്യമാക്കി എന്റെ ഉന്നതികളിൽ നിന്ന് ഓടുമാറാക്കുന്നു. അതാ ദൈവം തരുന്ന സമാധാനം എന്നത്. And Jesus said, according to the book of John, that my peace I give it unto you. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ. The world will give and take it away, including the interest. ലോകം തരുന്നത് പലിശ അടക്കം തിരിച്ചു പോകണം. ലോകം ഒരു സമാധാനം തന്നാൽ പലിശ അടക്കം തിരിച്ചെടുക്കും. ലോകം അല്പം സുഖം തന്നാൽ പലിശ അടക്കം തിരിച്ചു തരും. മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് തരുന്ന സമാധാനം ലോകം പലിശ അടക്കം തിരിച്ചു കൊണ്ടുപോകും. കാരണം മോഷ്ടിപ്പാനും കറുപ്പാനും മുടിപ്പാനാണ്. അവൻ തരുന്ന സന്തോഷം പലിശ അടക്കം എന്ന് പറഞ്ഞാൽ സന്തോഷത്തെക്കാളും വലിയ ദുഃഖം അത് നിമിത്തം ഉണ്ടാകുമെന്നാണ്. ലോകം തരുന്നതെല്ലാം ഇരട്ടി തിരിച്ചെടുക്കും. കർത്താവ് തരുന്ന സമാധാനം ആർക്കും അപഹരിക്കാൻ പറ്റില്ല. അത് നിലനിൽക്കുന്ന സമാധാനം. Thank you, Jesus. Hallelujah. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി തൻ ഭുജബലത്താൽ എന്നെ നടത്തിയിടുന്നു. അവൻ എന്നെ അണച്ചു, അവൻ
ഹല്ലേലൂയ. ചില പാടുന്നുണ്ടെങ്കിൽ ഇത് ഒത്തിരി കാര്യം ഇനി പറയാനുണ്ട്. പ്രൈസ് ഗോഡ്. അടുത്തത് മുറുകെ പറ്റുന്ന പാപ സ്വഭാവം. ഒന്നാമത്തേത് സകല ഭാരം. കുറച്ച് ഭാരം എന്നല്ല, പാപം പോലെ അപകടമാണ് ഭാരം. ഭാരം പോലെ അപകടമാണ് പാപം. ഇത് രണ്ടിനെയും ഒന്ന് പുറത്ത് ഗെറ്റ് ഔട്ട് അടിച്ചാലേ ഓട്ടത്തിൽ നമുക്ക് സ്ഥിരത പാലിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വീണും എഴുന്നേറ്റും ഓടും എങ്ങനെയെങ്കിലൊക്കെ നിത്യത നഷ്ടപ്പെടുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നേരെ ചൊവ്വേ ഓട്ടം ഓടാൻ പറ്റില്ല. ഹല്ലേലൂയ. പറയുന്ന ഞാനും എന്നോടും കൂടെ നിങ്ങളോട് എല്ലാവരോടും കൂടെ കർത്താവ് സംസാരിക്കും. ദൈവജനത്തിൽ പോകുമ്പോൾ നമ്മളെല്ലാം പ്രതിക്കൂട്ടിലാണ്. ഹല്ലേലൂയ. ഇനി അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഇനി എങ്ങനെ ഓടണം? സ്ഥിരതയോടെ ഓടണം. You should run the race with consistency and perseverance. രണ്ട് പദങ്ങൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. മലയാളത്തിൽ കൂട്ടി ഒറ്റ വാക്കിലാണ് പറഞ്ഞിരിക്കുന്നത്. സ്ഥിരതയോടെ, സഹിഷ്ണുതയോടെ ഓടുക. സഹിഷ്ണുതയോടെ, അതായത് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ സഹനശീലമുള്ളതായിരിക്കും. ക്രിസ്തീയ ജീവിതത്തിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് സഹനം, പ്രൈസ് ഗോഡ്, എൻഡ്യൂറൻസ് അഥവാ പെർസ്യൂവറൻസ്. ശ്രദ്ധിക്കുന്നത് കുഞ്ഞുങ്ങൾ കുഴപ്പമില്ല, അത് അവരുടെ രീതിയാണ്, സാരമില്ല, നിങ്ങൾ കൂടെ ശ്രദ്ധിച്ചാൽ മതി. സഹനം, ആ ഭാഗം ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോകുന്നത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. ഇന്നലെ നമ്മൾ വേറെ വിഷയത്തിനോട് ചേർത്ത ആ വാക്യം ഞാനൊന്ന് പറഞ്ഞു പോയാൽ അതിലൊരു പദപ്രയോഗം, നിങ്ങളുടെ സഹോദരനും യേശുക്രിസ്തുവിന്റെ രാജ്യത്തിലും യേശുക്രിസ്തുവിന്റെ കഷ്ടതയിലും യേശുക്രിസ്തുവിന്റെ സഹിഷ്ണുതയിലും നിങ്ങളോടുകൂടെ കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യ നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. അവിടെ താൻ പറയുന്നത് മൂന്ന് കാര്യങ്ങൾ. അപ്പോസ്തലൻ ജോൺ he correlates his personal relationship with Jesus in three distinct manners. മൂന്ന് നിലവാരത്തിൽ തന്റെ കർത്താവുമായിട്ടുള്ള ബന്ധത്തെ വെളിപ്പെടുത്തിയാണ്. ഒന്ന്, അവന്റെ രാജ്യത്തിൽ കൂട്ടാളി, അവന്റെ കഷ്ടതയിൽ കൂട്ടാളി, അവന്റെ സഹിഷ്ണുതയിൽ കൂട്ടാളി. നമ്മൾ സാധാരണ ചിന്തിക്കാത്തൊരു മേഖലയാണ് മൂന്നാമത്തത്. പ്രൈസ് ഗോഡ്. ഒന്നാമത്തത് കഷ്ടതയിൽ കൂട്ടാളി, രണ്ടാമത്തത് രാജ്യത്തിൽ കൂട്ടാളി, മൂന്നാമത്തത് സഹിഷ്ണുതയിൽ അഥവാ സഹനത്തിൽ കൂട്ടാളി. I John, your brother and the companion with you in the kingdom of Jesus, in the tribulations of Jesus and in the patient endurance of Jesus. സഹനത്തിന് ഒറ്റ വാക്കിൽ അർത്ഥം കിട്ടാത്തത് കൊണ്ട് ഇംഗ്ലീഷുകാരൻ കുറച്ച് പദാനുപദങ്ങൾ, 2 പദം കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ഹലോ, ഈ നല്ലത് എന്നൊന്ന് കുറച്ചും കൂടെ പഞ്ചുകുട്ടി പറയാൻ വെരി ഗുഡ് എന്ന് പറയുന്ന പോലെയാണ്. പേഷ്യന്റ് എൻഡ്യൂറൻസ്, അവന്റെ സഹനത്തിൽ. എന്നിട്ടും ആ വാക്കിന്റെ പൂർണ്ണ അർത്ഥം കിട്ടുന്നില്ല. അത്ര ആഴമാണ് കർത്താവിന്റെ സഹനം. പ്രൈസ് ഗോഡ്. 3 നിലകൾ. ഇനി അത് മനസ്സിലാക്കണമെങ്കിൽ യോഹന്നാൻ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ കർത്താവിന്റെ കൂടെ കുറഞ്ഞത് 3 മലകളിലെങ്കിലും കയറിയിട്ടുണ്ട്. നിങ്ങൾ കൂടെ ഉണ്ടല്ലോ അല്ലേ? ഹലോ, ഹല്ലേലൂയ. എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ. പ്രൈസ് ഗോഡ്. Apostle John had probably walked with Jesus upon 3 mountains. കുറഞ്ഞത് 3, ഇനി മറ്റു മലകളിൽ ഉണ്ടെങ്കിൽ പോലും 3 മലകളിൽ പോയ അനുഭവം നമുക്ക് കാണാൻ സാധിക്കും. The first one is a mountain of beatitude. ഒന്നാമത്തത് യേശു കർത്താവിന്റെ ഗിരിപ്രഭാഷണ മല. രണ്ടാമത്തത് ദ മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ, യേശു കർത്താവിന്റെ മറുരൂപം, കർത്താവ് രൂപാന്തരപ്പെട്ട മല അല്ലെങ്കിൽ മറുരൂപ മല. ദ തേർഡ് വൺ is a mount of Calvary or Golgotha. മൂന്നാമത്തത് കാൽവറി മല. ഹല്ലേലൂയ. 3 മലകളിലെങ്കിലും കുറഞ്ഞത്, അതിൽ കൂടുതൽ ഉണ്ടാകാം, പക്ഷെ നമുക്കറിയാവുന്ന 3 പർവ്വതങ്ങളിലെങ്കിലും യോഹന്നാൻ കർത്താവിന്റെ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. ഓൺ ദ മൗണ്ട് ഓഫ് ബിയാറ്റിറ്റ്യൂഡ്, യേശു കർത്താവിന്റെ ഗിരിപ്രഭാഷണ മലയിലാണ്
യേശു കർത്താവിന്റെ ലാവണ്യ വാക്കുകൾ, the words of his grace and comfort were seen, personally witnessed by John. യേശു കർത്താവിന്റെ ലാവണ്യ വാക്കുകൾ യോഹന്നാൻ രുചിച്ചറിഞ്ഞത്. അതുകൊണ്ടായിരിക്കുമല്ലോ പർവ്വതത്തിൽ താഴെ വന്നപ്പോഴേക്കും ഒരു കുഷ്ഠരോഗി ഓടി കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നു. കർത്താവെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ പറ്റും. അപ്പൊ ഇവൻ ദൂരെ നിന്ന് കർത്താവിന്റെ സംഭാഷണം വീക്ഷിച്ചിട്ടുണ്ട്. ഇവനിൽ എനിക്ക് പ്രത്യാശയുണ്ട്. ഇവൻ വിചാരിച്ചാൽ എനിക്ക് തിരിച്ച് ഈ പാളയത്തിൽ നിന്ന് അകത്തേക്ക് പോകാം. കാരണം ഒരു വ്യക്തി കുഷ്ഠരോഗിയാണെന്ന് ഡിക്ലെയർ ചെയ്യപ്പെട്ടാൽ he will remain excommunicated till his end. അത് മാത്രമല്ല, മരണം വരെ വീട്ടിന് വെളിയില, പട്ടണത്തിന് വെളിയില, പൊതുജനത്തിന് വെളിയില. അദ്ദേഹത്തിന്റെ സ്നേഹിതന്മാര് മുഴുവനും പിന്നെ കുഷ്ഠരോഗികളാണ്. അവസാനം എന്ന് പറഞ്ഞാൽ ഇവനെ കുഴിച്ചിടുമ്പോൾ കല്ലുവാരി എറിയാണ്. അശുദ്ധനല്ലോ, അശുദ്ധനല്ലോ, അശുദ്ധനല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വ്യക്തിയെ കുഴിച്ചിടും. അത്ര ഭീകരത നിറഞ്ഞതാ കുഷ്ഠരോഗം. അതിനോടാണ് പാപത്തെ ഉപമിച്ചിരിക്കുന്നത്. ഹലോ, വേദപുസ്തകം പഠിക്കുമ്പോൾ പാപത്തെ, sin is referred to the leprosy, പാപത്തെ കുഷ്ഠരോഗത്തോടാണ് ഉപമാനപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തത്, പാപം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്പിരിച്വൽ ഡിസീസ്, ആത്മീക രോഗമാണ്. ഇനി ആത്മീയ രോഗം എന്ന് പറയുമ്പോൾ ആത്മീക രോഗത്തിന്റെ പ്രത്യേകത എന്നുള്ളത് പെയിൻലെസ് ആണ്. അതായത് രണ്ടു തരം രോഗങ്ങളുണ്ട്. ഡോക്ടർമാരോട് ചോദിച്ചാൽ, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലുള്ളവരോട് ഞാൻ ചോദിക്കുക, ഏതാണ് ഏറ്റവും അപകടം പിടിച്ച രോഗം? പെയിൻലെസ് ആണോ പെയിൻഫുൾ ആണോ? പെയിൻലെസ്. മറ്റതല്ലേ ശരിക്കും, കാരണം ഒത്തിരി വേദനിക്കില്ലേ? വേദനിക്കുന്നതാ നല്ലത്. അതുകൊണ്ട് ആരംഭത്തിലെങ്കിലും ഇത് അറിയും. വേദന ഇല്ലാത്തവർ വന്നാൽ പോകാൻ നേരത്തെ അറിയൂ. ഹലോ, അപ്പോഴത്തേക്കും പിടിവിട്ടു പോകും. അപ്പോൾ ഏറ്റവും അപകടകാരി പെയിൻലെസ് ആണ്. ഗോഡ്, നമുക്കൊക്കെ ഉണ്ടാകുന്ന വേദനയ്ക്കായി ദൈവത്തിന് സ്തോത്രം. ശാരീരിക രോഗത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻലെസ് ആണ്. അതുകൊണ്ടാണ് ഒരു വ്യക്തി കുറവുള്ളവനാണെങ്കിൽ നമ്മൾ എത്ര കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അവർക്ക് ബോധ്യം വരാത്തതിന്റെ കാരണം they never feel being wrong. അവർക്ക് തെറ്റാൻ തോന്നുന്നില്ല. അത്ര അപകടമാണ് ആത്മീക രോഗം. Unless the Holy Spirit convicts someone. പരിശുദ്ധാത്മാവ് ഓരോരുത്തരും ബോധ്യം വരുത്തിയാൽ മാത്രമേ ആത്മീക രോഗം എന്താണ് മനസ്സിലാക്കിയുള്ളൂ. Praise God. അപ്പോൾ പാപത്തെ കുഷ്ഠരോഗത്തോടാണ് വേദപുസ്തക ഭാഷ്യത്തിൽ ഉപമാനപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഞാൻ മടങ്ങി വരട്ടെ. Praise God. നമ്മുടെ വിഷയം അതല്ല, എങ്കിലും ഞാൻ രണ്ടു വാക്കുകൾ പറഞ്ഞു പോയത്. ഇങ്ങനെ കുഷ്ഠരോഗിയുടെ അവസ്ഥയിൽ കർത്താവിന്റെ ലാവണ്യ വാക്കുകൾ, മരമുകളിൽ നിന്ന് കേൾക്കുന്ന ലാവണ്യ വാക്കുകൾ കേട്ട് എത്ര ദിവസം കർത്താവ് പർവ്വതത്തിലുണ്ടായിരുന്നു എന്ന് അറിയില്ല. വരാൻ വേണ്ടി തന്നെ കാത്തിരിക്കുകയാണ്. As he came down from the mountains, a man with full of leprosy came and fell at the feet of Jesus. കർത്താവിന്റെ കാൽക്കൽ വീണു. Praise God. എന്തൊരു അനുഭവമാണ്. ജീവിതത്തില് വീഴുകയാണെങ്കിലും കർത്താവിന്റെ മുമ്പിൽ വീഴും. നിലവിളിക്കുകയാണെങ്കിൽ കർത്താവിന്റെ മുമ്പിൽ നിലവിളിക്കും. ആടി കിട്ടുകയാണെങ്കിൽ കർത്താവിന്റെ ഇത് കിട്ടും. Come on, hallelujah. Come on, hallelujah. ശബ്ദം കേൾക്കുകയാണെങ്കിൽ കർത്താവിന്റെ ശബ്ദം. Praise God. He fell at his feet. But Lord, if you will, you can make me clean. കർത്താവേ, നീ മനസ്സ് വെച്ചാൽ എന്നെ ശുദ്ധമാക്കണം. കർത്താവ് പറഞ്ഞില്ല നീ കുഷ്ഠരോഗിയെ ഗെറ്റ് ഔട്ട് അടിച്ചോ. ഹലോ, stay inside, okay? Okay. വാരടച്ചേർത്തിരുന്നേ. Thank you. Good girl. Thank you. Thank you. Hallelujah. കർത്താവ് പറഞ്ഞു, I will. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകാം എന്ന് പറഞ്ഞ അവനെ കർത്താവ് തൊട്ടവരാരും വെറുതെ ഇരുന്നിട്ടില്ല. കർത്താവിന്റെ സ്പർശനം അനുഭവിച്ചവരാരും വെറുതെ ഇരുന്നിട്ടില്ല. കർത്താവിന് തൊട്ടവരും പിന്നെ പഴയതല്ല. Praise God. മടങ്ങി വരട്ടെ. അപ്പോൾ കർത്താവിന്റെ ലാവണ്യ വാക്കുകൾ ശരിക്ക് പർവ്വതമുകളിൽ യോഹന്നാൻ അനുഭവിച്ചിട്ടുണ്ട്. That was his experience with Jesus on the primary mountain, ഒന്നാമത്തെ മലയിൽ. But upon the Mount of Transfiguration, not all the disciples were there except
പീറ്റർ, ജെയിംസ് ആൻഡ് ജോൺ. എന്നാൽ കർത്താവ് രൂപാന്തരപ്പെട്ട പർവ്വത്തിങ്കൽ ശിഷ്യന്മാര് 3 പേര് മാത്രമേ ഉണ്ടായിരുന്നു, പത്രോസും യാക്കോബും യോഹന്നാൻ. And the Bible says Jesus, he was transfigured before them. കർത്താവ് അവരുടെ മുമ്പിൽ രൂപാന്തരപ്പെട്ടു. His face began to shine and his clothes were extremely excellently shiny. ലോകത്തിലൊരു മനുഷ്യന് പോലും വെളുപ്പിക്കാൻ പറ്റാത്തതാണ് അവന്റെ വസ്ത്രം മിന്നിയെന്നാണ്. Praise God. അവന്റെ മുഖം ശോഭിച്ചുവെന്നാണ്. വിദൂര ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന തേജസ്കരണത്തിന്റെ മഹത്വീകരണത്തിന്റെ ഒരു പ്രിവ്യൂ, ഒരു ചെറിയൊരു സാമ്പിൾ ടേസ്റ്റ് ആയിരുന്നു അന്ന് സംഭവിച്ചെന്നാണ് പത്രോസ് പിന്നീട് പറയുന്നത്. അവിടെ ഇവര് കണ്ട ദർശനത്തിൽ മോശയും ഏലിയാവും കർത്താവിനോട് സംഭാഷിക്കുന്നുണ്ട്, അല്ലേ? പത്രോസ് പറയുന്നുണ്ട്, കർത്താവേ, ഞങ്ങൾ 3 കുടിലുണ്ടാക്കാം, ഒന്ന് അങ്ങേക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഞങ്ങൾക്കൊന്നും വേണ്ട, നിങ്ങൾക്ക്. അതാ ശരിക്കും ദർശനം പ്രാപിക്കുന്നവന്റെ അനുഭവം എന്നുള്ളത്. സ്വന്തം കാര്യം മറന്നുപോകും. ഹല്ലേലൂയ. അപ്പോൾ 2ാമത്തെ മലയിൽ, മറുരൂപ മലയിൽ യോഹന്നാൻ യേശു കർത്താവിന്റെ മഹത്വം ദർശിച്ചു. 1ാമത്തേതിൽ കർത്താവിന്റെ ലാവണ്യ വാക്കുകൾ ദർശിച്ചു. 2ാമത്തേതിൽ മഹത്വം ദർശിച്ചു. പക്ഷേ 3ാമത്തെ സ്ഥലത്ത് ഈ 12 പേരുമില്ല, 3 പേരുമില്ല, ഒരാൾ യോഹന്നാൻ മാത്രം. അതിൽ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ 19ാം അധ്യായത്തിന്റെ 25, 26, 27 വാക്യങ്ങളിൽ പറയുന്നത്, Now there stood beside the cross of Jesus the disciple whom he loved. താൻ സ്നേഹിച്ച ശിഷ്യനെ കണ്ടിട്ട് കർത്താവ് പറഞ്ഞു, Brother, behold your mother. തന്റെ അമ്മയെ നോക്കിയിട്ട് പറയുകയാണ്, ഇതാ നിന്റെ അമ്മ. Then he looked at his mother and said to the disciple, he looked at John and said to his mother, Woman, behold your son. യോഹന്നാന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അമ്മയെ കാണിച്ചു കൊടുത്ത് പറയും, ഇതാ നിന്റെ അമ്മ. അമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അമ്മയെ കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ യോഹന്നാനെ കാണിച്ച് അമ്മയോട് പറയാണ്, ഇതാ നിന്റെ മകൻ എന്ന് പറയും. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ സ്വീകരിച്ചു. അപ്പോൾ കർത്താവിനെ ശരിക്കും അറിഞ്ഞത് കൊണ്ടായിരിക്കണം യോഹന്നാൻ എഴുതിയ ഒറ്റ സ്ഥലത്ത് പോലും ഞാനാണ് യേശുവിന്റെ അമ്മയെ പിന്നെ നോക്കിയതെന്നും പറഞ്ഞിട്ടില്ല. യോഹന്നാൻ അവിടെ മുഴുവൻ മറ്റേ ശിഷ്യൻ എന്ന് പറയുന്നു. ഹലോ, come on, praise God. മനസ്സിലായോ? കർത്താവിനെ അറിയുന്തോറും നമ്മൾ ഇല്ലാണ്ടാവും. നമ്മൾ ഒരിക്കലും, അതായത് നമ്മൾ കർത്താവിനെ അറിയുന്തോറും പിന്നെ ഞാൻ എന്ന ഈഗോ എല്ലാം പോകും. കർത്താവിനെ അറിയുന്തോറും പിന്നെ നമുക്ക് കർത്താവിന് മറഞ്ഞിരിക്കാൻ തോന്നും. നമ്മളെ കുറിച്ച് പറയാനും നമ്മളെ കുറിച്ച് പ്രശംസിക്കാനൊന്നും നമുക്ക് തോന്നില്ല. But let Christ alone be glorified. ക്രിസ്തു മാത്രം മഹത്വീകരിക്കപ്പെടുക. Praise God. അതുകൊണ്ട് യോഹന്നാൻ പറയുന്നത്, ആ നാഴികയിൽ ആ ശിഷ്യൻ ഞാനാണെങ്കിൽ എനിക്ക് കുറച്ച് ടൈറ്റിൽ കൊടുത്തിട്ട് ഏഴയും കൊടിയും കൃമിയും ദോഷിയും ആകുന്നത് ഞാനായിരുന്നു. കാരണം എങ്ങനെയെങ്കിലും അതിന് തലക്കെട്ടിൽ ഏഴയും കൊടിയും കൃമിയെന്ന് കൊടുത്താലും കൃമിയാവുന്നില്ല. കാരണം കാര്യം പിന്നെ വെളിപ്പെടുത്തുന്നത് ഞാനായിരുന്നു. പിന്നെ കർത്താവിന്റെ അമ്മയുടെ കാര്യമൊക്കെ നോക്കിയതും അത് പറഞ്ഞു പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആലങ്കാരികമായിട്ട് കുറച്ച് തലക്കെട്ട്, യാക്കോക്കാര് പറയുന്ന പോലെ നിതാന്ത വന്യ ദിവ്യ മഹാൻ മഹിമശ്രീ എന്നൊക്കെ പറയുന്നത് പോലെ നമുക്കും അതിന്റെ കുറച്ച് പരിഷ്കരിച്ച ഭേദങ്ങളൊക്കെ ഉണ്ട്. ആരും പറയും നമുക്കില്ല, നമ്മൾ പിന്നെ വന്യെന്നൊന്നും പറയുന്നില്ല എന്നുള്ളൂ. പക്ഷെ നമ്മൾ ഒരു ഏഴയും കൊടിയും അതും ഞാൻ പറഞ്ഞു വലിയ ഒത്തിരി പറയുന്നതും ഇച്ചിരി കൂടിപ്പോകാൻ ശ്രമിച്ചു. ഒന്നും ഇല്ലാതെ പറഞ്ഞാൽ മതി. കർത്താവിന്റെ ദാസൻ എന്ന് പറയുമ്പോ തന്നെ പറഞ്ഞാൽ മതി. പ്രൈസ് ഗോഡ്. കർത്താവിന്റെ സഹോദരനായ, അതായത് ഭൂമിയിൽ കർത്താവിന്റെ സഹോദരനായ യൂദാ പോലും യാക്കോബ് പറയുന്നത് ക്രിസ്തുവിന്റെ സഹോദരൻ ദാസൻ എന്നൊക്കെയാ പറയുന്നത്. അതിനപ്പുറത്തേക്കൊന്നും പോവാതിരിക്കുക നല്ലത്. പിന്നെ നമ്മൾ കൂട്ടിച്ചേർത്തതാണ് ഈ മലയാളിക്കുള്ളതാണ്. കാരണം ഇംഗ്ലീഷിൽ ബൈബിളൊന്നും ഇല്ല. ഏറെ പൊടിയും കൃമിയും ഒന്നും. കൃമി എന്നാ ഏറ്റവും വലിയ അപകടകാരിയാണ്. എനിവേ, ഏഴയും പൊടിയും കൃമിയും നമ്മളത് പറയാണ്ട് എങ്ങനെയെങ്കിലും നമ്മുടെ പേരൊന്ന് അതിനകത്ത് കയറ്റി പിടിപ്പിക്കണം. ഞാനായിരുന്നു കൃപയാൽ യേശുവിന്റെ അമ്മയെന്നൂല്ല, ഒന്നും പറഞ്ഞില്ല.
ആ നാഴിക മുതൽ അപ്പൊ പ്രശ്നം തീർന്നല്ലോ. പിന്നെ ഏടെ ആരാ പൊടി ആരാന്ന് അന്വേഷിക്കാൻ പോകേണ്ട കാര്യമില്ല. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ ഭവനത്തിൽ ചേർത്ത് പോകും. കർത്താവിനെ അറിയും തോറും കർത്താവിൽ അങ്ങ് മറിഞ്ഞു പോകും. ജീസസ്. പ്രൈസ് ഗോഡ്. ഇനി കർത്താവിന്റെ ക്രൂശിലേക്ക് വരുമ്പോൾ ശിഷ്യന്മാര് യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാവരും ദൂരെ പോയി. ഇനി ഗെത്സമനയിലേക്ക് നമുക്കൊന്ന് വരാം. പ്രൈസ് ഗോഡ്. ഇന്നലെ നമ്മൾ ഗെത്സമനയിലേക്ക് പോയതാണല്ലോ. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഗെത്സമനയിൽ ഇടയ്ക്കൊക്കെ പോകുന്നത്. ഗെത്സമനയിലേക്ക് പോകുമ്പോൾ കർത്താവിനെ കാണിച്ചു കൊടുക്കുന്ന സമയമുണ്ട്. ആ സമയത്ത് പത്രോസ് വാളൂരി മഹാപുരോഹിതന്റെ ദാസന്റെ കാത് വെട്ടുന്നു. കർത്താവ് പത്രോസിനെ ശാസിക്കുന്നു. അതിന്റെ പറഞ്ഞ മറ്റ് ചില കാര്യങ്ങളുണ്ട്. ആ വ്യക്തിയുടെ കാത് കർത്താവ് തൊട്ട് സൗഖ്യമാക്കുന്നു. പിന്നെ ഇത് വന്നപ്പോഴത്തേക്കും ശിഷ്യന്മാര് ഒരു 12 പേര്, ഒരുവൻ മറുപക്ഷത്ത്, ബാക്കി 11 പേരില് 9 പേരും ഇട്ടെറിഞ്ഞ് ഓടിപ്പോയി. അവർ പോയി എന്നതിന്റെ അർത്ഥം കർത്താവ് ഉപേക്ഷിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അവർ ദൂരെ നിന്നെല്ലാം കർത്താവിന്റെ ഈ കർത്താവിന് സംഭവിക്കുന്നതിനെ കുറിച്ച് അവർക്ക് വ്യഥയുണ്ട്, ഭയമുണ്ട്, വേവലാതിയുണ്ട്. അവരെവിടേക്കോ നിന്ന് ഈ സംഭവങ്ങൾ മുഴുവൻ വീക്ഷിക്കുന്നുണ്ട്. പക്ഷെ യോഹന്നാൻ മാത്രമായിരുന്നു കർത്താവിന്റെ ക്രൂശിംഗ വരെയും അനുഗമിച്ചത്. പക്ഷെ പത്രോസ് കർത്താവിനെ വിസ്തരിച്ച 1-ാം വിസ്താരം വരെ കർത്താവിനെ അനുഗമിച്ചു. പക്ഷെ അവസാനം പത്രോസിനും പിടിച്ചിരിക്കാൻ പറ്റിയില്ല, വിട്ടുകൊടുക്കേണ്ടി വന്നു. എങ്കിലും ആരെയും ഭയപ്പെടാതെ, പ്രാണനെ ഭയപ്പെടാതെ, മരണത്തെ ഭയപ്പെടാതെ കർത്താവിനെ വിസ്തരിച്ച് 6 സ്ഥലത്തും മാറി മാറി വിസ്തരിച്ച് അവസാനം കർത്താവിനെ ക്രൂശിക്കുന്ന ക്രൂശ് വരെ യോഹന്നാൻ അവിടെ നിൽക്കുക. ഒരു രംഗമാണെന്നറിയാം. നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റും. Can you imagine? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ ഒരു രംഗം? യോഹന്നാൻ മാത്രം യേശുവിന്റെ അരികിൽ നിൽക്കുകയാണ്. അറിഞ്ഞവനല്ലേ, കണ്ടവനല്ലേ അറിയാവുള്ളൂ. വിട്ടതിനേക്കാൾ എത്ര വിലപിടിപ്പുള്ളതാ മുന്നിലുള്ളത്. പ്രൈസ് ഗോഡ്. കർത്താവിനെ ശരിക്കും അറിഞ്ഞവനല്ലേ അറിയാവൂ. കാരണം അവന്റെ തേജസ് നേരിട്ട് അനുഭവിച്ചറിഞ്ഞത്. പിന്നെ എങ്ങനെ വിട്ടെറിഞ്ഞു പോകും? ഹല്ലേലൂയ. എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ക്രൂശിന്റെ സൈഡിലെങ്കിലും കയറി നിന്നേ. പ്രൈസ് ഗോഡ്. ഒരു പക്ഷേ എങ്ങനെയെങ്കിലും സ്വാധീനം ഉണ്ടാക്കി കർത്താവിന്റെ ശരീരമെങ്കിലും നിക്കോദീമസും അരിമത്യക്കാരും യോസഫും വാങ്ങിക്കേണ്ടത് യോഹന്നാൻ വാങ്ങിച്ചു കൊണ്ടുപോയി കല്ലറയിൽ വെച്ച്. അത്ര സ്നേഹം. പ്രൈസ് ഗോഡ്. അത്ര സ്നേഹം. പ്രൈസ് ഗോഡ്. മറ്റൊന്നും ലോകത്തിൽ കിട്ടിയില്ലെങ്കിലും കർത്താവിനെ സ്നേഹിക്കാനുള്ള ഹൃദയം ജീവിതത്തിലുണ്ടെങ്കിൽ അതിനേക്കാൾ മറ്റൊരു അനുഭവം വേറെ. പ്രൈസ് ഗോഡ്. പറ്റിച്ചേർന്ന് കർത്താവിന്റെ ക്രൂശിനരികിൽ അപ്പോൾ കർത്താവിന്റെ പർവ്വത ഗിരിപ്രഭാഷണത്തിൽ യോഹന്നാൻ, കർത്താവിന്റെ മനുരൂപ മലയിൽ യോഹന്നാനുണ്ട്. ഇപ്പോൾ കാൽവറി മലയിലും യോഹന്നാൻ എത്തി. പക്ഷെ ഈ കാൽവറി ക്രൂശിനരികിലാണ്, കർത്താവിന്റെ കഷ്ടതയുടെ നടുവിലാണ് യോഹന്നാൻ യേശു കർത്താവിനെ കുറേയും കൂടി ആഴമായിട്ട് തിരിച്ചറിയുന്നത്. ഹലോ, കം ഓൺ, പ്രൈസ് ഗോഡ്. ആഴമായി യോഹന്നാൻ തിരിച്ചറിയുന്നത് കാൽവറിയിൽ, കർത്താവിന്റെ കഷ്ടതയിലാണ്. പ്രൈസ് ഗോഡ്. അവനൊരു വാക്ക് പറഞ്ഞാൽ യോഹന്നാൻ അറിയാം, ഇവൻ ഒരൊറ്റ വാക്ക് പറഞ്ഞ ഇവന്മാരും മുഴുവൻ തകർന്നു പോകും. പക്ഷെ കർത്താവ് അതൊക്കെ സഹിക്കുകയായിരുന്നു. തന്റെ ശരീരം ഒഴിച്ചാൽ പോലെ ചീന്തപ്പെട്ടിട്ടും യോഹന്നാൻ കാണുന്നുണ്ട്, ഒരക്ഷരം പോലും കർത്താവ് ഉരിയാടുന്നില്ല. പത്രോസ്ലീഹ കർത്താവിന്റെ പീഠാനുഭവങ്ങളെ കുറിച്ച് എടുത്തു പറയുമ്പോൾ പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുകയാണ്, അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടിയില്ല. അത് യെശയ്യാപ്രവാചകൻ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. താഴ്ചയിൽ ന്യായം കിട്ടിയില്ല എന്നുള്ളതിന് ചില വ്യാഖ്യാനം പറയുന്നത് ക്രൂശ് തന്നിൽ നിന്നും ഒഴിഞ്ഞു പോകാതിരിക്കാൻ എത്രത്തോളം താഴ്ത്തണമായിരുന്നു അത്രത്തോളം താഴ്ത്തണം. കാരണം ഗെത്സമനിയിലേക്ക് യേശു കർത്താവ് പ്രവേശിക്കാത്തിടത്തോളം കാലം സാത്താൻ സുരക്ഷിതനായി. ഗെത്സമനിയിലേക്ക് പോകാതെ എത്ര അത്ഭുതങ്ങൾ ചെയ്താലും സാത്താൻ യേശുവിന് കൂടുതൽ കൈയടി കൊടുത്തു.
പക്ഷെ ഗദശമനയിലേക്കുള്ള കർത്താവിന്റെ യാത്രയാണ് സാത്താന്റെ ആധിപത്യത്തെ തകർത്തത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. It was in the garden of Gethsemane Jesus fought the toughest battle of choice between life and death. മരണത്തിനും ജീവനും ഇടയിലുള്ള ഏറ്റവും വലിയ ഒടുക്കത്തെ യുദ്ധം കർത്താവ് ചെയ്തത് ഗദശമനയിലാണ്. But he chose the death. അവിടെ താൻ മരണം തിരഞ്ഞെടുത്തു. കർത്താവിനെ ആരും ഓടിച്ചിട്ട് പിടിച്ചതല്ല, തന്റെ പ്രാണനെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ആരംഭത്തിൽ കയ്പാണെങ്കിലും അവസാനം മധുരമായി. ഹല്ലേലൂയ. Come on, ഹല്ലേലൂയ. അന്നുവരെ ക്രൂശിനപ്പുറത്തേക്ക് ഒരു വഴി ലോകം കണ്ടിട്ടില്ല. ക്രൂശ് എന്ന് പറഞ്ഞാൽ ശാപത്തിന്റെ അടയാളം, ക്രൂശ് എന്ന് പറഞ്ഞാൽ നിന്ദയുടെ അടയാളമാണ്, ക്രൂശ് എന്ന് പറഞ്ഞാൽ അപമാനത്തിന്റെ അടയാളം. അതവിടെ പറഞ്ഞിരിക്കുന്നത് അപമാനത്തെ അലക്ഷ്യമാക്കി എന്ന് പറഞ്ഞാൽ ക്രൂശിന്റെ അപമാനത്തെ അലക്ഷ്യമാക്കി അവൻ ക്രൂശിനെ സഹിച്ചുവെന്ന്. ഒരു വ്യക്തിയുടെ സ്വപ്നങ്ങൾ മുഴുവനും അസ്തമിക്കുന്ന സ്ഥലമാണ് ക്രൂശ്. ക്രോസ് means that is a place where all your expectations fail forever. A place where all your dreams come to a standstill. It is a place where all your expectations and golden dreams about your future become completely standstill. നാളെ കുറിച്ചുള്ള സുവർണ സ്വപ്നങ്ങളും ഭാവി പ്രതീക്ഷകൾ മുഴുവനും അസ്തമിക്കുന്ന സ്ഥലമാണ് ക്രൂശ്. അതുവരെ ക്രൂശിൽ പോയവരാരും ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല. പക്ഷെ അതേ സ്ഥാനത്തേക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കയറിയപ്പോൾ the history of the cross was rewritten. ക്രൂശിന്റെ ചിത്രം മാറ്റി കുറിക്കപ്പെട്ടു. അന്നുവരെയുള്ള ക്രൂശിന്റെ ചരിത്രം മാറി, ക്രൂശിനെ കുറിച്ചുള്ള വ്യാഖ്യാനം മാറി. അതിനപ്പുറത്തേക്ക് ലോകത്തിൽ ആദ്യമായി ഒരു പുതിയൊരു വഴി വെളിപ്പെട്ടു. ആ പാതാവിലാണ് ഇന്ന് ഞാനും നിങ്ങളും സഞ്ചരിക്കുന്നത്. കൃപയാൽ കൃപയാൽ കൃപയാൽ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമ്മുടെ ആപ്തവാക്യം ഹല്ലേലൂയ, സ്തോത്രം. സ്ഥിരതയോടെ സഹിഷ്ണുതയോടെ ഈ ഓട്ടം ഓടുക. ഇനി യോഹന്നാൻ കർത്താവിന്റെ പീഡാനുഭവങ്ങൾ മുഴുവനും ദൃക്സാക്ഷിയാണ്. ഒരു വാക്കുപോലും അവൻ ഉരിയാടിയില്ല. പത്രോസ് ആ ഭാഗത്തെ കുറിച്ച് പറയുന്നത് 1 പത്രോസ് 2-ാം അധ്യായത്തിൽ when he was reviled he did not revile in return. തന്നെ ശകാരിച്ചിട്ടും പകരം ശകാരിച്ചില്ല. when he had suffered he didn't threaten them back with revenge. തന്നെ ഉപദ്രവിച്ചിട്ടും കഷ്ടം അനുഭവിച്ചിട്ടും ഭീഷണം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തില്ല. 3 ദിവസം കഴിയിട്ടാണ് ഞാൻ കാണിച്ചു തരാമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഇല്ല, ഒന്നും വേണ്ടിയില്ല. പക്ഷെ യോഹന്നാൻ അറിയാമായിരുന്നു, ഇവനൊരു വാക്ക് വിചാരിച്ചാൽ, വാക്ക് പറഞ്ഞാൽ മതി, ഇതെല്ലാം അവസാനിക്കും. തന്നെ പിടിക്കാൻ വന്നപ്പോൾ തന്നെ ആരെ അന്വേഷിക്കുന്നത് പറഞ്ഞു ചോദിച്ചപ്പോൾ യേശുവിനെ കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ വാക്കിന്റെ മുമ്പിൽ പോലും പിടിച്ചു നിൽക്കാൻ പറ്റാതെ എല്ലാം പിൻവാങ്ങി നിലത്ത് തെറിച്ചു വീണ ചരിത്രം. ഹല്ലേലൂയ. എന്നാൽ പിടിക്കപ്പെടുവാൻ താൻ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. Had Jesus not humbled himself, no one could lay their hand upon him. കർത്താവ് തന്നെ താൻ താഴ്ത്തിയില്ലായിരുന്നെങ്കിൽ ലോകത്തിൽ ഒരുത്തരും അവനെ തൊടാൻ പറ്റില്ല. Hallelujah. 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 Come on. Praise God. Praise God. Nisima ma nin സ്നേഹത്തെ പ്രകാശിപ്പിക്കും ക്രൂശിനെ ദർശിച്ച നേരം നാഥനെ നിനക്കു ഞാൻ അധീനനായി. Praise God. യോഹന്നാൻ ആഴമായി കർത്താവിനെ അറിഞ്ഞത് ആ 24 മണിക്കൂർ നേരമാണ്. കർത്താവിനെ ശരിക്കറിഞ്ഞു. അന്ന് വരെ യോഹന്നാൻ
ഇടിമക്കളിൽ ഒരുവനായിരുന്നു. പറഞ്ഞ കാര്യം നടന്നില്ലെങ്കിൽ കർത്താവ് ഇവരെ അത് തട്ടിക്കളയണം എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ ആ 24 മണിക്കൂർ നേരത്തെ കർത്താവിന്റെ കൂടെയുള്ള യാത്രയിൽ തിരിച്ചു വരുന്നത് ഒരു സ്നേഹത്തിന്റെ അപ്പസ്തോലനായി. പിന്നെ ലേഖനങ്ങൾ എഴുതുന്നത് കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞിട്ടാണ്. സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്ന അവന്റെ നിറവിൽ നിന്ന് നമുക്ക് കൃപമേൽ കൃപ ലഭിച്ചു. ഞങ്ങൾ അവന്റെ തേജസ്, ഏകജാതനായ ഇവന്റെ തേജസ്സായി കണ്ടതാണ്. തന്റെ 1-ാം ലേഖനത്തിൽ പറയുന്നത് ആദ്യം മുതലുള്ളത് ഞങ്ങൾ കേട്ടത്, ഞങ്ങൾ കണ്ടത്, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്, നോക്കിയത്, ഞങ്ങളുടെ കൈ തൊട്ടറിഞ്ഞ ജീവന്റെ വചനമാണ്. അത്ര ഇന്റിമസിയിൽ അറിഞ്ഞ വ്യക്തിയാണ്. ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു വന്നപ്പോൾ ആൾ മാറിപ്പോവുകയാണ്. അവിടെയാണ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്, രൂപാന്തരം നടക്കുന്നത് അവിടെയാണ്. യോഹന്നാൻ പിൻകാലത്ത് തന്റെ സാക്ഷ്യം പറയുമ്പോൾ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഒറ്റ വാക്കിൽ സാക്ഷ്യം പറയാ. നിങ്ങളുടെ സഹോദരനും യേശുക്രിസ്തുവിന്റെ രാജ്യത്തിലും അവന്റെ കഷ്ടതയിലും അവന്റെ സഹനത്തിലും കൂട്ടാളിയുമായ, അവിടെ മലയാളിക്ക് പറ്റാത്ത കാര്യമായതുകൊണ്ട് ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ട്, നിങ്ങളോടുകൂടെ കൂട്ടാളിയുമാണ്. മറ്റുള്ളവരൊക്കെ നമ്മളാണിപ്പോ നിങ്ങളൊക്കെ അന്ന് ഓടിപ്പോയത് ഓർമ്മയുണ്ടല്ലോ, ഒരു താങ്ങോളൂ. നിങ്ങളൊക്കെ അന്ന് ഓടിപ്പോയപ്പോഴേ ഞാനായിരുന്നു കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലും പറയാതെ താൻ പറയാണ്, നിങ്ങളോടുകൂടെ അവന്റെ രാജ്യത്തിൽ കൂട്ടാളി, നിങ്ങളോടുകൂടെ അവന്റെ കഷ്ടതയിൽ കൂട്ടാളി, നിങ്ങളോടുകൂടെ അവന്റെ സഹിഷ്ണുതയിൽ കൂട്ടാളി. ഹല്ലേലൂയ. പറയാണ്, ഞാൻ പത്മോസ് എന്ന ദ്വീപിൽ എനിക്ക് പ്രവേശിക്കുന്നതിന് വേറൊരു സന്ദേശത്തിന് പറയും. ഞാൻ 2-3 മിനിറ്റ് കൊണ്ട് സന്ദേശത്തിൽ നിന്നും ഇരുപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. അത്ര അനുഭവമാണ് അവന്റെ. ഇനി endurance is the mark of our maturity in the Christian life. ക്രിസ്തീയ ജീവിതത്തെ അവിടെ പക്വത അളക്കപ്പെടുന്നത് നമുക്ക് എത്രത്തോളം സഹിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഒന്ന് പറഞ്ഞ രണ്ടിന് പൊട്ടിത്തെറിക്കുന്ന നമുക്കൊന്നും പക്വത ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ലാന്ന് ഞാൻ പറയാൻ ആരുമല്ല, ഉണ്ടെന്ന് പറയാൻ ഞാൻ ആരുമല്ല. നമ്മൾ എത്രത്തോളം കർത്താവിനോട് കൂടെ സഞ്ചരിക്കുന്നോ അത്രത്തോളം കർത്താവിനെ പോലെ നമ്മൾ സഹനശീലരായി. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ബുദ്ധിമുട്ട് നേരിടുമ്പോഴും പ്രതികൂലങ്ങൾ വരുമ്പോഴും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്നും കളവായി വാർത്തകൾ കേൾക്കുമ്പോഴും ആരോപണങ്ങൾ നേരിടുമ്പോഴും കർത്താവിന്റെ സഹനം ജീവിതത്തിൽ ഏറ്റെടുക്കും തോറും പ്രതികരിക്കാൻ നമുക്ക് തോന്നില്ല. ഹല്ലേലൂയ. ഇനി നമ്മള് ഈ ജ്വല്ലറിക്ക് വിൽക്കുന്ന കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ ഹോൾമാർക്ക് അനുസരിച്ചാണ് അതിന്റെ വാല്യൂ. അതായത് മുഖമുദ്ര എന്നൊക്കെ പറയില്ലേ, മൂല്യം നിർണ്ണയിക്കുന്നത് അതിന്റെ ഹോൾമാർക്കിനനുസരിച്ച്, എത്രത്തോളം അത് പ്യൂരിഫൈഡ് ആണെന്നുള്ളത്. ആ പ്യൂരിഫൈഡ് ആകുന്നതിനാണ്, റിഫൈൻഡ് ആകുന്നതിനാണ് ഹോൾമാർക്ക് എന്ന് പറയുന്നത്. ഇതുപോലെ ക്രിസ്തീയ ജീവിതത്തിന്റെ നെറ്റിപ്പട്ടം അല്ലെങ്കിൽ ഹോൾമാർക്കാണ് എൻഡ്യൂറൻസ്. ഹല്ലേലൂയ. പൗലോസ് ഭാഗത്തെ കുറിച്ച് പറയുന്നത് സഫറിംഗ് പ്രൊഡ്യൂസസ് പെർസിവറൻസ് and perseverance produces character and character produces hope. കഷ്ടത സഹനത്തെയും, സഹനം എന്ന് പറഞ്ഞാൽ സ്വഭാവത്തെയും, സ്വഭാവം സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിഞ്ഞ് we rejoice in our affliction. നമ്മുടെ കഷ്ടതയിൽ നമ്മൾ പ്രശംസിക്കുന്നു, സന്തോഷിക്കുന്നു. കാരണം പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരുന്നില്ല. മറ്റു വാക്കിൽ പറഞ്ഞാൽ പ്രത്യാശ ഒരിക്കലും നമ്മെ നിരാശരാക്കുന്ന. hope will never disappoint us. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിന്റെ ഈ ഒരു കഷ്ടത, ഗോഡ്ലി സോറോ ആൻഡ് വേർഡ്ലി സോറോ, അതുകൊണ്ട് പറഞ്ഞു നിർത്താം. ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ, തിരുവെഴുത്ത് പഠിക്കുമ്പോൾ 2 തരത്തിലുള്ള ദുഃഖമുണ്ട്. ഒന്ന് ലോകപ്രകാരമുള്ള ദുഃഖമുണ്ട്, 2 ദൈവഹിത പ്രകാരമുള്ള ദുഃഖം. ഒന്ന് വേർഡ്ലി സോറോ, മറ്റൊന്ന് ഗോഡ്ലി സോറോ. വേർഡ്ലി സോറോ, വാട്ട് ഈസ് ദി പെക്യുലാരിറ്റി ഓഫ് ദ വേർഡ്ലി സോറോ? ലോകപ്രകാരമുള്ള ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അനുതാപമില്ല,
പ്രത്യാശയുമില്ല. അത് അവസാനിക്കുന്നത് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഹോപ്പ്ലെസ്നെസ്, പ്രത്യാശയില്ലായ്മയില്ല. പക്ഷെ ഗോഡ്ലി സോറോ വിൽ ഇൻക്രീസ് അവർ ഹോപ്പ്. അതായത് ഈ ദൈവഹിത പ്രകാരമുള്ള ദുഃഖം എന്ന് പറഞ്ഞാൽ അനുതാപവും ഉണ്ടാക്കും, മാത്രമല്ല അത് പ്രത്യാശ വർദ്ധിപ്പിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ വ്യത വർദ്ധിക്കുന്നതോറും നമുക്കറിയാം കർത്താവിനോട് അടുക്കുകയാണ്, പ്രത്യാശ വർദ്ധിക്കുകയാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് ഈ കഷ്ടത സഹിഷ്ണുതയെ ഉളവാക്കുന്നത്. ഇപ്പൊ നമ്മെ സഹനശീലരാക്കാൻ കർത്താവ് അഭ്യസിപ്പിക്കുന്നത് മിക്കവാറും നമ്മുടെ അഡ്വേഴ്സ് സർക്കംസ്റ്റാൻസസിലാണ്, പ്രതികൂല സാഹചര്യങ്ങളിലാണ് കർത്താവ് നമ്മെ സഹനശീലരാക്കുന്നത്. അങ്ങനെ സഹനശീലരാകുന്ന ഒരു വ്യക്തി പിന്നെ എന്തായിത്തീരും? നല്ല സ്വഭാവത്തിന്റെ ഉടമയായിട്ട് മാറും. കഷ്ടത സഹിഷ്ണുത നിമിത്തമായി നല്ല സ്വഭാവം, സിദ്ധന്മാരെന്നൊക്കെ പറയില്ല, നല്ല സ്വഭാവത്തിനുടമകളായി മാറും. അങ്ങനെ സിദ്ധത വർദ്ധിക്കുന്നതോറും എന്ത് നമ്മൾ കാണുന്നു? പ്രത്യാശ വർദ്ധിക്കുന്നു. പ്രത്യാശ കാണുമ്പോൾ അറിയാം ഇവൻ നല്ല സ്വഭാവത്തിനുടമയാണ്. അതായത് പ്രത്യാശ വർദ്ധിക്കുന്നതിനർത്ഥം നല്ല സ്വഭാവ രൂപയിൽ മാത്രമേ പ്രത്യാശ വർദ്ധിക്കുകയുള്ളൂ. പ്രൈസ് ഗോഡ്. അവൻ കഷ്ടതയിലും പാടും, സന്തോഷത്തിലും പാടും. ഇല്ലായ്മയിലും സന്തോഷിക്കും, അതുപോലെ സമൃദ്ധിയിലും സന്തോഷിക്കും, വേദനയിലും സന്തോഷിക്കും, സൗഖ്യത്തിലും സന്തോഷിക്കും. പ്രൈസ് ഗോഡ്. കഷ്ടത സഹനത്തെയും, സഹനം സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ഉളവാകുന്നു. കഷ്ടതയുടെ അവസാനം പ്രത്യാശയാണ്. Therefore we rejoice in our affliction. അപ്പോൾ the greater is your pain, the greater is the glory. വേദന വലുതാണോ, തേജസ് വലുതാണ്. നമ്മൾ പാടാനുള്ള പാട്ട് കൃപയുടെ അത്യന്തധനം ഈ മൺപാത്രങ്ങളിൽ പകർന്നു, നിത്യജീവന്റെ മൊഴികൾ, അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ അത് ദൈവത്തിന്റെ മഹത്തായ ഒരു പദ്ധതിയാണ്. ഇനി ഞാൻ മടങ്ങി വരട്ടെ. സ്തോത്രം. സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും നാമും എന്ത് ചെയ്യണം? സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായി യേശുവിങ്കിലേക്ക് നോക്കി സ്ഥിരതയോടെ നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം എന്ത് ചെയ്യണം? സ്ഥിരതയോടെ, സഹനത്തോടെ ഓടണം. Now, how did Jesus, who is the greatest example here? That is none other than Jesus. ഇവിടുത്തെ ഏറ്റവും വലിയ മാതൃകാ വ്യക്തിത്വം യേശു കർത്താവ്. And how did Jesus run his race? എങ്ങനെയാണ് കർത്താവ് ഓട്ടം ഓടിയത്? For the joy that was set before him, he endured the cross. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത്, ആ സന്തോഷമോർത്തപ്പോൾ, അതായത് നമ്മിൽ വെളിപ്പെടാണ് തേജസ് വിചാരിച്ചാൽ കഷ്ടതയൊന്നും സാരമില്ല. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്തപ്പോൾ ഇതൊന്നുമല്ല, ഈ അപമാനം ഒന്നുമല്ല, ഈ ബുദ്ധിമുട്ട് ഒന്നുമല്ല, ഈ ക്രൂശ് ഒന്നുമല്ല. കാരണം എന്താണ്? ഇതിനപ്പുറത്തേക്ക് നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടമാണ്. പക്ഷെ ഇതിനപ്പുറത്ത് ലോകം അന്നുവരെ കാണാത്ത ഒരു മഹത്തായ സന്തോഷം അറിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അത് ലോകത്തിൽ വെളിപ്പെട്ടു. ആ സന്തോഷത്തിന്റെ ഭാഗമാണ് ഇന്ന് ഞാനും നിങ്ങളും ഈ രാത്രി എവിടെയായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളുടെ ദിവസത്തിലേക്ക്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എല്ലാവരും ഹൃദയങ്ങളുടെ ദിവസത്തിൽ പകർന്ന് shall we all open our mouth, pouring out our heart before the Lord while we still remain close on our eyes. Let's praise the Lord for a moment of time. ഒരു 1-2 മിനിറ്റ് കർത്താവിനെ സ്തുതിച്ചാട്ടെ. Hallelujah, hallelujah. Thank you Jesus, thank you Jesus.